44-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തുമ്പോൾ ശ്രീകൃഷ്ണൻ എന്താ ചെയ്ത? ശ്രീകൃഷ്ണൻ വിരാട് രാജ്യത്തിൻ്റെ മത്സ്യരാജ്യത്തിലെ രാജ്യസഭയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി, കഴിഞ്ഞ തവണ നമ്മൾ പറയുമ്പോൾ എപ്പിസോഡ് തെറ്റിപ്പോയി. ഈ എപ്പിസോഡാണ് 44-ാമത്തെ എപ്പിസോഡ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ രാജ്യസഭയിൽ പ്രസംഗിക്കുകയാണ്. എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ദുര്യോധനന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി 13-14 കൊല്ലം ഒരുപാടധികം കഷ്ടപ്പെട്ട യുധിഷ്ഠിരന് രാജ്യത്തിൻ്റെ പകുതിയെങ്കിലും തീർച്ചയായിട്ടും ദുര്യോധനൻ കൊടുക്കണം എന്ന് ശ്രീകൃഷ്ണൻ പറയുമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വഞ്ചനയല്ലേ കാണിച്ച, ചൂത് കളിച്ച് തോൽപ്പിക്കുകയല്ലേ ചെയ്ത, അല്ലാണ്ട് യുദ്ധം ചെയ്തിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ യുധിഷ്ഠിരൻ ധർമ്മപുത്രനായതുകൊണ്ട് താൻ പറഞ്ഞ വാക്കിന് ഒരുപാട് വിലയുള്ളത് കൊണ്ട് യുധിഷ്ഠിരൻ ഒരു കാരണവശാലും ഈ പറഞ്ഞതിൽ നിന്ന് പിന്മാറിയില്ല. നേരെ വനവാസത്തിക്ക് പോയി. 10-13 കൊല്ലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ദുര്യോധനൻ എന്താ ചെയ്യേണ്ടത്? ന്യായമായിട്ട് യുധിഷ്ഠിരന് കിട്ടേണ്ട സ്ഥാനം, അതായത് രാജ്യത്തിൻ്റെ പകുതിയെങ്കിലും കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അമ്പാടി കൃഷ്ണൻ, ശ്രീകൃഷ്ണന്റെ മൂത്ത ഏട്ടന്റെ പേരെന്താണെന്നറിയോ? ബലരാമൻ. ബലരാമന്റെ അനുജനാണ് ശ്രീകൃഷ്ണൻ. മഹാവിഷ്ണുവിന്റെ അനന്തം പാമ്പാണ്. അനന്തം പാമ്പില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല മഹാവിഷ്ണുവിന് എന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും തൻ്റെ കൂടെ അനുജനായിട്ടോ ഏട്ടനായിട്ടോ ഒക്കെ ആനന്ദം പാമ്പുണ്ടാവും. അപ്പോൾ അമ്പാടി കൃഷ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബലരാമനാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ രാജ്യസഭയിൽ സംസാരിച്ചതിന് ശേഷം ബലരാമനും സംസാരിച്ചു. ബലരാമൻ എന്താ പറഞ്ഞ, ഇത്രയും കാലം ഈ പറയുന്ന കാലയളവിലൊക്കെ ദുര്യോധനൻ എന്ത് ചെയ്തു? ദുര്യോധനൻ മുഴുവൻ രാജ്യവും കീഴടക്കി വെച്ചിരിക്കുകയായിരുന്നില്ലേ? ഇപ്പോൾ ശരിക്കും ന്യായപ്രകാരം തന്നെ യുധിഷ്ഠിരന് ഈ പറയുന്ന രാജ്യത്തിൻ്റെ പകുതിയെങ്കിലും കൊടുക്കേണ്ടതല്ലേ? ദുര്യോധനൻ ഈ പകുതി കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ രാജ്യത്തിന്റെ പകുതി വേണമെന്ന് പഞ്ചപാണ്ഡവന്മാർക്ക് ഉപദേശം കൊടുക്കുന്നത് ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെയാണ് കേട്ടോ. അപ്പൊ എന്താണ് ദുര്യോധനന് മനസ്സിലുണ്ടെന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് അടുത്ത എങ്ങനെ ചെയ്യാം? അന്നത്തെ കാലത്ത് വേറൊരു വഴിയില്ലല്ലോ. ഇന്നാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ 2 രാജാക്കന്മാർക്ക്, 2 പ്രധാനപ്പെട്ട രാജ്യങ്ങളെ ഭരിക്കുന്ന ആൾക്കാർക്ക് സംസാരിക്കണമെങ്കിൽ ഫോൺ എടുക്കുക, വിളിക്കുക. ട്രംപ് എന്ത് ചെയ്യും? ട്രംപ് ഫോൺ എടുത്ത് മോഡിനെ വിളിക്കും. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒന്നും നിർത്തിയില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? ഒരാളെ പറഞ്ഞയക്കും. ഈ പറഞ്ഞയക്കുന്ന ആളുടെ പേരാണ് ദൂതൻ. ദൂതൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലത്തെ സന്ദേശം എന്ന് പറയുന്ന, ഇപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ആ പറയാനുള്ള കാര്യത്തിന് തന്നെ സന്ദേശം എന്ന് പറയാ. ഈ സന്ദേശം ഇനിയൊരു രാജ്യത്തേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ദൂതനെ പറഞ്ഞയക്കും. ദൂതനെ ഇംഗ്ലീഷിൽ എന്താ അറിയോ പറയാ? മെസ്സഞ്ചർ. മെസ്സഞ്ചർ എന്ന് വെച്ചാൽ ദൂതനാണ്. മെസ്സഞ്ചർ എന്ന് വെച്ചാൽ ഒരു മെസ്സേജ് ഇല്ലേ? മെസ്സേജ് എന്ന് പറയുന്നതാണ് ഒരു സന്ദേശം. അതെ, പോസ്റ്റ് ഓഫീസ് പോലെ. പോസ്റ്റ് ഓഫീസും ഇല്ലല്ലോ, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പല്ലേ. അന്നത്തെ കാലത്ത് പോസ്റ്റ് ഓഫീസ് ഇല്ല. പോസ്റ്റ്മാൻ ചെയ്യുന്നത് ഒരു മെസ്സഞ്ചർ ചെയ്യുന്ന ജോലിയാണ്.
അതിപ്പോൾ രാജാക്കന്മാർക്കല്ല, സാധാരണക്കാർക്ക് ചെയ്യുന്നതാണ് പോസ്റ്റ് ഓഫീസ്. രാജാക്കന്മാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് മെസ്സഞ്ചർമാരുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദൂതൻ എന്ന് പറയുന്ന ഈ രാജാവിൻ്റെ ഭാഷയും പോണ സ്ഥലത്തുള്ള രാജാവിൻ്റെ ഭാഷയൊക്കെ മനസ്സിലായിട്ടുള്ള ഒരാളെ മാത്രമേ അവർ സാധാരണ പറഞ്ഞയക്കുള്ളൂ ദൂതനായിട്ട്. അപ്പോൾ ഇവിടെ പറയണത് മനസ്സിലാവണം, അവിടെ പോയാൽ അവിടെ ഉള്ളത് മനസ്സിലാവണമല്ലോ. അങ്ങനെ ഒരു ദൂതനെ ഇവർ തിരഞ്ഞെടുത്തു. എന്തിനാ തിരഞ്ഞെടുത്ത? ദുര്യോധനൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എന്താ കാര്യം പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ദുര്യോധന, നീ ഇത്രയും കാലം മുഴുവൻ രാജ്യം കീഴടക്കി ഭരിക്കുകയല്ലേ ചെയ്തത്. 12-13 കൊല്ലം ഞങ്ങളെ വനവാസത്തേക്ക് പറഞ്ഞയച്ചില്ലേ. ന്യായപ്രകാരം ഞങ്ങൾക്ക് ഭരിക്കാനുള്ള രാജ്യമല്ലേ ഇത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പകുതിയെങ്കിലും ഞങ്ങൾക്ക് തരേണ്ടതല്ലേ എന്ന് ചോദിക്കാൻ ഒരു ദൂതനെ പറഞ്ഞയക്കാനാണ് തീരുമാനിക്കുന്നത്. ഈ ചർച്ചയൊക്കെ നടക്കുന്ന മത്സ്യരാജ്യത്തിലാണ് കേട്ടാ. മത്സ്യരാജ്യത്തിലെ രാജ്യ കിരീടം കീഴടക്കിയിട്ട് യുധിഷ്ഠിരൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അത് അപ്പോൾ ഒരാളെ അങ്ങനെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. ഈ കഥ നമുക്ക് ഇവിടെ നമുക്ക് ഇനി അടുത്തൊരു കഥയിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചതിലേക്ക് വരാം. അങ്ങനെ രാജാവിന് അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്ത്, സുവല പറഞ്ഞിട്ടൊരാളുണ്ട്. സുവലയുടെ മകനെയാണ് ഈ പറഞ്ഞ മെസ്സഞ്ചറായിട്ട്, അതായത് ദൂതനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ദൂതനെ നേരെ പറഞ്ഞയച്ചു. എവിടേക്ക്? ദുര്യോധന്റെ അടുത്തേക്ക്. ദുര്യോധനൻ എവിടെ ഭരിക്കുന്നത്? ഹസ്തിനപുരത്ത്. അങ്ങനെയുണ്ട്. അതവിടെ ആ കഥ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ കഥയിലേക്ക് തിരിച്ചു വരാനുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. സത്യകി എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ആരാണ്? സത്യകി എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ഇയാള് ശ്രീകൃഷ്ണന്റെ കൂടെയുള്ള, അമ്പാടി കൃഷ്ണന്റെ കൂടെയുള്ള ഒരാളാണ് കേട്ടോ. കൃഷ്ണന്റെ കൂടെ സഹായിക്കാനും കൃഷ്ണന്റെ എല്ലാത്തിൻ്റെയും ചെറിയൊരു കുഞ്ഞു രാജ്യത്തിന്റെ കുഞ്ഞു രാജാവാണ്. അപ്പോ ഈ സത്യകി പറയണേ, ശ്രീകൃഷ്ണനോട് പറയണേ, രാജ്യസഭയിൽ വെച്ചിട്ട് പറയണേ, ഞാൻ നിങ്ങൾ പറയുന്ന ഈ പറഞ്ഞ കാര്യങ്ങളോടൊന്നും യോജിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, ശ്രീകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നാണ് സത്യകി പറയുന്നത്. യുധിഷ്ഠിരനെ കളിക്കാൻ വേണ്ടി ക്ഷണിക്കുകയല്ല ചെയ്തിട്ടില്ല, പ്രലോഭിപ്പിച്ചിട്ട് യുധിഷ്ഠിരനെ കൊണ്ട് കളിക്കാൻ നിർബന്ധിതനാക്കുകയാണ് ചെയ്തിട്ടില്ല. വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഒരു രാജാവിന് നോക്കി നിൽക്കാൻ കഴിയില്ല. അപ്പൊ ശകുനിയും ദുര്യോധനും ഒക്കെ വെല്ലുവിളിക്കുക ചെയ്തിട്ടില്ല. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് യുധിഷ്ഠിരൻ മഹാരാജാവായിരുന്നല്ലോ ആ സമയത്ത്. മഹാരാജാവിന് ഒരു വെല്ലുവിളിനെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇതിന് നമ്മളെന്താ മനസ്സിലാക്കണ്ടേ? ഒരു രാജാവിനോട് ഒരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് മിണ്ടാതിരിക്കാൻ പാടില്ല. രാജാവ് അതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തണം. അപ്പൊ ദുര്യോധനൻ ഇതെല്ലാം കൂടി നേരത്തെ കണക്ക് കൂട്ടി മനഃപൂർവ്വം വഞ്ചിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. അവര് ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അപമാനിക്കാൻ വേണ്ടിയല്ലേ യുധിഷ്ഠിരനെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. യുധിഷ്ഠിരൻ സത്യസന്ധമായിട്ട് തനിക്ക് ഏറ്റ എല്ലാ വാക്കുകളും ഇതാക്കുകയല്ലേ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഈ പറയുന്ന അനധികൃതമായിട്ട് ഉള്ള ഈ രാജ്യം കീഴടക്കി വെച്ചിട്ട് ദുര്യോധനൻ ഭരിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാവുമ്പോൾ നമ്മളൊരു ദൂതനെ പറഞ്ഞയച്ചിട്ട്
രാജ്യത്തിൻ്റെ പകുതി മാത്രം ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് സത്യകി ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഈ രാജ്യസഭയിൽ വെച്ച് പറയുകയാണ്. അപ്പം നമ്മളൊരു അപേക്ഷിക്കുന്ന രീതിയിൽ കൗരവന്മാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പകുതി രാജ്യമെങ്കിലും തരുമോ എന്നൊക്കെ ചോദിക്കാനും ഒരു ദൂതനെ പറഞ്ഞയക്കുന്നതും ഒന്നും അത്ര ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ ഈ അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മഹാഭാരതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യസഭയിൽ ദ്രുപദൻ ഉണ്ടായിരുന്നു. ആരാണ് ദ്രുപദൻ? പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യ പാഞ്ചാലിയുടെ അച്ഛനായിരുന്നു കേട്ടോ. അച്ഛനല്ലേ? ഓർമ്മയില്ല? ദൃഷ്ടദ്യുമ്നൻ ആരാന്ന് ഓർമ്മയുണ്ടോ? ആരാണ്? ദ്രുപദന്റെ മോൻ. കറക്റ്റ്. അപ്പോൾ ദ്രുപദന്റെ അഭിപ്രായം പറയാണ്. ദുര്യോധനൻ ഒരു കാര്യവും സമാധാനപരമായിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഒരാളെയും മര്യാദയ്ക്കല്ല സംസാരിച്ചിട്ടുള്ളത്. ധൃതരാഷ്ട്രനും മകനെ എതിർക്കാനോ മകനോട് പറഞ്ഞു കൊടുക്കാനോ മകനോട് നല്ല വഴിച്ച് കൊണ്ടുപോകാനോ ധൃതരാഷ്ട്രക്കും കഴിവില്ലാതായിപ്പോയി. ദ്രോണരും ഭീഷ്മരും ഒക്കെ പറയുന്നതൊന്നും സ്വകാര്യമായ കാര്യങ്ങളാണ്. അതിലൊന്നും ദുര്യോധനൻ അനുസരിക്കുകയില്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യുദ്ധത്തിന് തയ്യാറെടുക്കാം. യുദ്ധത്തിന് തയ്യാറെടുക്കാനേ വഴിയുള്ളൂ. നമ്മളൊരു ദൂതനെ പറഞ്ഞയക്കുക, എന്നിട്ട് ദൂതനോട് എന്താണ് നിങ്ങൾക്ക് എത്ര സ്ഥലം വേണം എന്താണെന്നൊക്കെ ചോദിക്കുക. അതൊന്നും വേണമെന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ യുദ്ധം തന്നെ ചെയ്യാം. എന്താണ് അഭിപ്രായം എന്നിപ്പോൾ ഈ രാജ്യസഭയിൽ എല്ലാവരും കൂടെ ചർച്ച ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? അപ്പം നമുക്ക് നേരിട്ട് യുദ്ധം തന്നെ ചെയ്യാമല്ലോ എന്ന് തീരുമാനത്തിലേക്ക് വരാറായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്ത്? കൃഷ്ണൻ പറഞ്ഞു, ശരി എന്നാൽ ഞാൻ ദ്വാരകയ്ക്ക് തിരിച്ചു പോവാണ്. എൻ്റെ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് പാണ്ഡവന്മാർക്ക് വീണ്ടും ശക്തി കൊടുക്കാൻ വേണ്ടി, വീണ്ടും മറ്റു കാര്യങ്ങൾക്കും ചെയ്യാൻ വേണ്ടി ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയ്ക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. ശ്രീകൃഷ്ണൻ ഒന്നും കൂടെ വളരെ മാന്യമായ രീതിയിൽ, വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു, നമുക്ക് നല്ല സൗഹൃദം എപ്പോഴും വേണം. നിങ്ങളുടെ അനുജൻ്റെ മക്കളാണ് കൗരവന്മാരെ നമ്മൾ പിണക്കേണ്ട കാര്യമോ യുദ്ധത്തിന് പോകേണ്ട കാര്യമോ ഒന്നുമില്ല. നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നത് മാത്രം വാങ്ങിയിട്ട് നമുക്ക് സംതൃപ്തിയോടെ ഇരിക്കാം എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ ദ്വാരകയ്ക്ക് തിരിച്ചു മടങ്ങി പോവാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി ഈ പറഞ്ഞ നല്ല ഉപദേശങ്ങൾ നൽകാൻ പറ്റിയ ആൾക്കാരെ അന്വേഷിക്കുകയായിരുന്നു പാണ്ഡവന്മാർ. ഒരു കൂടുതൽ വിവരമുള്ള ഒരു നല്ലൊരു സന്യാസിയോ ഒരു ബ്രാഹ്മണനെയോ സ്കോളർലി പേഴ്സൺ എന്ന് പറയുന്നത്, സ്കോളർലി എന്ന് പറഞ്ഞാൽ വിവരമുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അന്വേഷിക്കുകയായിരുന്നു പഞ്ചപാണ്ഡവന്മാർ. അതേപോലെ പല സ്ഥലങ്ങളിലേക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂതന്മാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയച്ചു. അർജുനൻ എന്ത് ചെയ്ത്? ദ്വാരകയ്ക്ക് ശ്രീകൃഷ്ണൻ്റെ കൂടെ പോവാനും തീരുമാനിച്ചു. ആവശ്യമുള്ളപ്പോൾ വന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ. ഉറങ്ങിയോ ചൂട്ടാ? അങ്ങനെ യുധിഷ്ഠിരൻ രാജാവായ ശേഷം ഉള്ള രാജ്യസഭയിലെ ചർച്ചകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പലവരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ദുര്യോധനൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് അവകാശപ്പെട്ട രാജ്യം തിരിച്ചെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഇതിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ
കേൾക്കാവുന്നതാണ്. കഥ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. നമസ്കാരം.